നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹിന്ദു ഉണർന്നു സംഘടിച്ചാൽ കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ടാകില്ലെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല. പട്ടികജാതി പട്ടികവർഗ നീതി നിഷേധത്തിനെതിരെ സാമൂഹ്യനീതി കർമ്മസമിതിയുടെ പാലക്കാട് കളക്ട്രേറ്റ് ധർണ. വേടനെ അധിക്ഷേപിച്ച് കെ.പി. ശശികല. വേടൻ കഞ്ചാവോളിയെന്ന് അധിക്ഷേപം. റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധമില്ലെന്നും കെ.പി. ശശികല. തൃശൂർ കുരിയച്ചിറയിൽ എക്സൈസ് ഇന്റലിജൻസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 2000 ലിറ്റർ സ്പിരിറ്റ് പിന്തുടർന്ന് പിടികൂടി. വാൻ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഒറ്റപ്പാലത്ത് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലെ 2ാം പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കോതകുറിശി സ്വദേശി മുഹമ്മദ് അലി. കേസിലെ മുഖ്യപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതം. മലബാർ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് കളക്ട്രേറ്റിലേക്ക് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ വ്യാപക അറസ്റ്റ്. ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റ് വരിച്ചു. മാർച്ച് നടത്തിയത് പാലക്കാട് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്. വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഭീമമായ വാടക ഈടാക്കാൻ ഭരണപക്ഷ നീക്കമെന്ന് ബി.ജെ.പി. 24 മണിക്കൂർ നേരത്തേക്ക് 30,000 രൂപ വാടക ഈടാക്കാനുള്ള അജണ്ടയ്ക്കെതിരെ വിയോജനക്കുറിപ്പെഴുതി ബി.ജെ.പി. മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം ബഹിഷ്കരിച്ചു. പണി പൂർത്തീകരിക്കാതെയാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടത്തുന്നതെന്നും 10,000 രൂപ ദിവസ വാടകയ്ക്ക് പ്രദേശത്തെ ഓഡിറ്റോറിയങ്ങൾ ലഭ്യമാണെന്നും ബി.ജെ.പി. മെമ്പർമാർ. വൻ വാടക നിശ്ചയിക്കുന്നത് സ്വകാര്യ ഓഡിറ്റോറിയം ഉടമകളുടെ താൽപര്യം സംരക്ഷിക്കാനെന്നും ആരോപണം. മണ്ണൂരിൽ ലൈഫ് പദ്ധതി എഗ്രിമെന്റ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ആദ്യ ഗഡു അനുവദിക്കാത്തതിനെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 ചാവക്കാട് മണത്തല മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയോട്. വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനും തഹസീൽദാർക്കും നിർദ്ദേശം. വാണിയംകുളം മാന്നന്നൂരിൽ ജൽജീവൻ പദ്ധതി ഗുണഭോക്താക്കൾക്ക് നേരെ വാട്ടർ അതോറിറ്റിയുടെ ജലപീരങ്കി. ജനുവരിയിൽ വാട്ടർ കണക്ഷൻ എടുത്തവർക്ക് 2ാം തവണ ലഭിച്ച ബിൽ തുക 10,000 മുതൽ 85,000 വരെ. പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരാതി നൽകാൻ ഉദ്യോഗസ്ഥരുടെ ഉത്തരവ്. ഹൃദയപൂർവ്വം 6 വർഷം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം പദ്ധതി 6 വർഷം പൂർത്തിയായി. ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നിത്യേന ഭക്ഷണം എത്തിക്കുന്ന പദ്ധതി മാതൃകാപരം. വാർത്തകൾ വിശദമായി. ഹിന്ദു ഉണർന്നു സംഘടിച്ചാൽ കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ടാകില്ലെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല. പട്ടികജാതി പട്ടികവർഗ നീതി നിഷേധത്തിനെതിരെ സാമൂഹ്യനീതി കർമ്മസമിതി പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ.പി. ശശികല. പിന്നോക്ക വിഭാഗങ്ങൾക്കായി ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ നിന്ന് 600 കോടിയോളം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നാണക്കേടിൻ്റെ പ്രതീകമാണെന്ന് കെ.പി. ശശികല പറഞ്ഞു. കേരളത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ധൂർത്തടിച്ചും കൊള്ളയടിച്ചും സംസ്ഥാനത്തെ കടക്കിണിയിലാക്കിയ ഇത്തരമൊരു സർക്കാർ മുമ്പുണ്ടായിട്ടില്ല. വാർഷികത്തിൻ്റെ പേരിൽ 100 കോടിയിലധികം മുടക്കി 14 ജില്ലകളിലും വേദിയൊരുക്കിയത് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാനാണ്. കേന്ദ്ര സർക്കാർ പദ്ധതികൾ തങ്ങളുടേതാക്കി മാറ്റലാണ് കേരള സർക്കാരിൻ്റെ വികസനം. പിന്നോക്കക്കാരുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതികളും ഫണ്ടും നടപ്പിലാക്കാതെയും വകമാറ്റി ചെലവഴിച്ചുമാണ് കേന്ദ്ര സർക്കാരിനെ തന്നെ കുറ്റം പറഞ്ഞു നടക്കുന്നത്. പിണറായിയുടെ ഇംഗിതത്തിന് തുള്ളുന്ന പാവയല്ല മോദിയെന്ന് തിരിച്ചറിയണം. ഹിന്ദു സമൂഹം ഒന്നിച്ചാൽ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ശക്തമായി നടക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതിരോധം തീർക്കുമെന്നും കെ.പി. ശശികല പറഞ്ഞു. ഇന്ന് ഈ ധർണ നടക്കുകയാണ്. സാമൂഹ്യ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ധർണ നടക്കുന്നത്. കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗമായ അധസ്ഥിത വിഭാഗങ്ങൾക്ക് കടലാസിൽ നോക്കിയാൽ പദ്ധതികൾ ഒരുപാടുണ്ട്. ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുക വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്ന കാഴ്ചപ്പാടിലുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടേതായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിച്ചു മുന്നേറാൻ വേണ്ടി യഥേഷ്ടം പദ്ധതികൾ, അത് സ്കോളർഷിപ്പുകളായും അത് മറ്റു പല വിധത്തിലുള്ള സൗകര്യങ്ങളായും ഉണ്ട്. പക്ഷേ പലതും കടലാസിൽ ഒതുങ്ങുന്നു എന്ന നഗ്ന സത്യത്തിലാണ് സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹിന്ദു ഐക്യവേദിക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടി വന്നു. SSLC തലത്തിന് മേലോട്ടുള്ള കുട്ടികൾക്കുള്ള ലംസം ഗ്രാൻഡ് പോലും കഴിഞ്ഞ 5 വർഷമായിട്ട്
പൂർണ്ണമായി വിതരണം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിലാണ് പിന്നെ ഇവിടുത്തെ ഭരണകൂടം ശ്രദ്ധിക്കുന്നത്? 12% കുട്ടികൾക്ക് വിതരണം ചെയ്യേണ്ട ലംസം ഗ്രാന്റ് കഴിഞ്ഞ 5 വർഷമായി ശരാശരി എടുത്താൽ ഒരു 12% വിദ്യാർത്ഥികൾക്ക് ലംസം ഗ്രാന്റ് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ മാന്യ അധ്യക്ഷൻ പറഞ്ഞു അതിലുള്ള അപാകത എത്രത്തോളം ഉണ്ട്. കാരണം ഒരു LP കുട്ടിക്ക് കിട്ടുന്നത് 320 രൂപയാണ് എന്ന്. ഈ 320 രൂപ കിട്ടാൻ അവർ ഒരുപാട് മെനക്കെട്ട് ബാങ്ക് അക്കൗണ്ട് എടുത്ത് നടന്ന്, എന്നാൽ അതിലവരെ സഹായിക്കാൻ പ്രൊമോട്ടർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കൊണ്ട് ഇവിടെയുണ്ട്. പക്ഷെ അവർക്കത് സമയത്ത് പല വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടാൽ കൃത്യമായ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും എടുക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ എടുക്കാത്തത് കൊണ്ട് ആ കുട്ടികൾക്ക് 10ാം ക്ലാസ് വരെ കാര്യക്ഷമമായി വിതരണം നടക്കുന്നുണ്ടെങ്കിലും അത് പലർക്കും കിട്ടുന്നില്ല. അപ്പൊ ഇവർക്ക് എന്താണോ ഈ വിതരണം അങ്ങോട്ട് മുകളിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറത്ത് അത് യഥാർത്ഥമായ കൈകളിൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും അല്ലെങ്കിൽ അതിൽ എവിടെയൊക്കെയാണ് ശ്രദ്ധ വേണ്ടത് എന്നുള്ള ശ്രദ്ധയൊന്നുമില്ല. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് G. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പ്രസാദ് വെണ്ണക്കര, ഡോക്ടർ പാർത്ഥസാരഥി, P. രഘുനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേടനെ അധിക്ഷേപിച്ച് ഹിന്ദു ഐക്യവേദി. വേടൻ കഞ്ചാവോളിയാണെന്ന് ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല പാലക്കാട്ട് പറഞ്ഞു. വകുപ്പിന്റേതായി പാലക്കാട് നടത്തിയ പരിപാടി തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. സമാജം അപമാനിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്ത് സംഭവിച്ചു? റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധമില്ലെന്ന് KP ശശികല പറഞ്ഞു. വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുന്നു. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിൻ്റെ രീതി മാറ്റണം. വേടന് മുന്നിൽ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് KP ശശികല പറഞ്ഞു. ഇക്കാര്യം ഭരണകൂടത്തിന് മുന്നിൽ അപേക്ഷിക്കുകയല്ല ആജ്ഞാപിക്കുകയാണെന്നും ശശികല കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കുരിയച്ചിറയിൽ എക്സൈസ് ഇന്റലിജൻസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 2000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. കിലോമീറ്ററുകൾ ദൂരം വാഹനത്തെ പിന്തുടർന്ന് സിനിമാ സ്റ്റൈലിലാണ് സ്പിരിറ്റ് പിടികൂടിയത്. പിക്കപ്പ് വാൻ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെയാണ് സംഭവം. തൃശൂർ നഗരത്തിലെ വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ് സ്പിരിറ്റ് വാഹനത്തെ എക്സൈസ് സംഘം പിന്തുടർന്നത്. എക്സൈസ് സംഘം പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ പിക്കപ്പ് ഡ്രൈവർ അതിവേഗം വാഹനം ഓടിച്ചുപോയി. പിന്നാലെ എക്സൈസ് സംഘവും കുതിച്ചു. സ്പിരിറ്റ് വാഹനം കിഴക്കേക്കോട്ട കുട്ടനല്ലൂർ വഴി കുരിയച്ചിറ സംസ്ഥാന പാതയിലേക്കെടുത്തു. എക്സൈസ് സംഘവും പിന്തുടർന്നു. ഒടുവിൽ കുരിയച്ചിറ സെൻട്രൽ വെച്ച പിക്കപ്പ് വാനിന് എക്സൈസ് വാഹനം വട്ടം നിർത്തി പിടികൂടുകയായിരുന്നു. ഇതിനിടെ പിക്കപ്പ് വാൻ ഡ്രൈവർ സമീപത്തെ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെട്ടു. വാഹനം പരിശോധിച്ചതിൽ നിന്ന് 43 കന്നാസുകളിലായി സൂക്ഷിച്ച 2000-ഓളം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടിച്ചെടുത്തു. വാഹനത്തിൻ്റെ നമ്പർ പ്രകാരം കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് RC ഓണർ. പക്ഷേ ഇത് സ്ഥിരീകരിക്കാനാവില്ല എന്നും നമ്പർ വ്യാജമായിരിക്കാമെന്നും എക്സൈസ് അറിയിച്ചു. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നത്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം ഓടി രക്ഷപ്പെട്ട ഡ്രൈവറെ പിടികൂടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ജില്ലാ നേതാക്കളടക്കം നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലബാർ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടത്തിയ മാർച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. പുതിയ അക്കാദമിക വർഷത്തിലേക്കുള്ള ഉന്നത പഠന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടക്കാനിരിക്കെ ജില്ലയിലെ 10,986 വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് ഫ്രറ്റേണിറ്റി ചൂണ്ടിക്കാട്ടി. മതിയായ പുതിയ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണമെന്നും പ്രൊഫസർ V. കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്.
മലബാർ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടത്തിയ മാർച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് നഈം ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഹയർ സെക്കൻഡറി മേഖല മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും വികസനത്തിന്റെ മേഖലകളാണെങ്കിലും ഈ നാടിന്റെ വിഭവങ്ങളെ വിതരണം ചെയ്യുന്ന മുഴുവൻ മേഖലകളെടുത്ത് പരിശോധിച്ചാലും മലബാർ ഭൂപ്രദേശവും മലബാറിന് പുറത്തുള്ള സംസ്ഥാനങ്ങളും തമ്മിൽ അതിശക്തമായിട്ടുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നതായിട്ട് നമ്മൾക്കെല്ലാവർക്കും കാണാൻ സാധിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ പോലെയുള്ള ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലകൾ ഉൾക്കൊണ്ട് 1000-ലധികം അഫിലിയേറ്റഡ് കോളേജുകൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സർവകലാശാല. കേരളത്തിലെ സർവകലാശാലകളുടെ കണക്കെടുക്കുമ്പോൾ, മലബാറിലെ സർവകലാശാലകളുടെ കണക്കെടുക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർവകലാശാലയായി കാലിക്കറ്റ് സർവകലാശാല എങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ മലബാർ ഭൂപ്രദേശത്തിന് ആവശ്യത്തിനുള്ള യൂണിവേഴ്സിറ്റികളെ അനുവദിക്കാൻ കേരളത്തിലെ മാറി മാറി വന്ന ഭരണകൂടങ്ങൾക്ക് സാധ്യമാകാതെ പോയതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളായ പാലക്കാടും കോഴിക്കോടും മലപ്പുറത്തേക്കും എല്ലാം കൂടി ഒരു യൂണിവേഴ്സിറ്റിയായി നിലകൊള്ളുന്നത്. മാർച്ചിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രതിഷേധ സംഗമത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളിയും ജില്ലാ പ്രസിഡന്റ് റിയാസ് ഖാലിദും അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി റസീന സ്വാഗതം പറഞ്ഞു. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ റസീന, സഹല, ജില്ലാ നേതാക്കളായ വസീം, സുൽഫീഖർ, നൌഷാദ്, ഷഹീൻ, ഷബ്നം, ആരിഫ് എന്നിവരാണ് അറസ്റ്റ് വരിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലെ രണ്ടാം പ്രതി അറസ്റ്റിൽ. കോതകുറിശി പനമണ്ണ പൂമുളങ്കാട്ടിൽ 39 വയസ്സുള്ള മുഹമ്മദ് അലിയാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. ഒന്നാം പ്രതി മുത്തുവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാലപ്പുറം അങ്ങാടിയിൽ 56 വയസ്സുള്ള ഹരിദാസിന്റെ പരാതിയിലാണ് ഗവൺമെന്റ് ജോലി തരപ്പെടുത്തി തരാമെന്ന് വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ രണ്ടാം പ്രതി കോതക്കുറിശി പനമണ്ണ പൂമുളങ്കാട്ടിൽ 39 വയസ്സുള്ള മുഹമ്മദ് അലി പിടിയിലായത്. ഒന്നാം പ്രതി മുത്തുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബേക്കറി ജോലിക്കാരനായ ഹരിദാസിന്റെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ 8.5 ലക്ഷം രൂപയാണ് പലതവണയായി മുത്തുവും മുഹമ്മദ് അലിയും തട്ടിയെടുത്തത്. 2024 ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് മുഖേനയും നേരിട്ടുമാണ് ഹരിദാസ് പണം നൽകിയത്. സെക്രട്ടേറിയറ്റിൽ താൽക്കാലിക ബൈൻഡിംഗ് ജോലി ചെയ്തിരുന്ന മുഹമ്മദ് അലിക്ക് മുഖ്യമന്ത്രിയെ പരിചയമുണ്ടെന്നാണ് ഹരിദാസിനെ ധരിപ്പിച്ചത്. ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് നിരന്തരം ഇവരെ ബന്ധപ്പെട്ടെങ്കിലും വയനാട് ദുരന്തമായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയെ കാണാൻ സാധിച്ചില്ലെന്നായിരുന്നത്രേ മറുപടി. പണവും ജോലിയും ലഭിക്കാത്തതിനെ തുടർന്ന് ഹരിദാസ് ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കൂടുതൽ ആളുകളിൽ നിന്ന് ജോലി തരപ്പെടുത്താമെന്ന് പറഞ്ഞ് ഇവർ പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. SIമാരായ M സുനിൽ, JP അജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ മേൽപ്പാലത്തിൽ വിള്ളൽ. 50ഓളം മീറ്റർ ദൂരത്തിൽ വിള്ളൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസികളാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത്. നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ. ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് വേഗത്തിൽ വിള്ളൽ അടച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ദേശീയപാത അധികൃതർ വേഗത്തിലെത്തി വിള്ളൽ അടച്ചത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമാണെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. അപ്പോൾ ഞാൻ മക്കളായിട്ട് ഇന്നലെ നടക്കാൻ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കണ്ടത്. അപ്പോൾ ഇന്നലെ ഓൾറെഡി ന്യൂസിൽ വേറെ പല സ്ഥലത്തും ഇങ്ങനെ NHൽ ക്രാക്ക് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അത് കണ്ട് നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പാലത്തിൽ ഒരു വലിയ ക്രാക്ക് കണ്ടത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ഞാൻ
വീഡിയോ എടുത്തു. ഞാൻ ആ അധികൃതർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയിനേജ് നമ്പറൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇട്ടത് അവർക്കതൊരു പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ വലിയൊരു ക്രാക്കാണ്. ഒരു ദിവസം ഇന്നലെ മഴ പെയ്തിരുന്നു. അപ്പോൾ ആ മഴയത്ത് സംഭവിച്ചതാണ് എന്നുള്ളതാണ് എല്ലാവരും അവർ പറയുന്നത്. പക്ഷേ മഴയത്ത് സംഭവിക്കാൻ പാടില്ല. എസ്പെഷ്യലി ഈ റോഡിൽ ഇതുവരെയും വെഹിക്കുലർ ട്രാഫിക്കൊന്നും അലൗ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ലോഡുള്ള വണ്ടികളൊക്കെ പോകേണ്ട ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഉള്ള സമയത്ത് ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ അറിയാം. ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് ഇടുന്നു, ഒരു പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ലാണ്ട് ആണ് അതിൻ്റെ മുകളിൽ ടാറിടുന്നത്. അപ്പോൾ മഴ വരുമ്പോൾ അത് ഓബ്വിയസ്ലി സെറ്റിൽമെൻറ്റ് നടക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ ആ ക്രാക്ക് വളരെ സ്ട്രെയിറ്റ് ലൈനിലുള്ള ക്രാക്കാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ്. അത് പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ല, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അതിന് ഇനി ഒരു ടെക്നിക്കൽ കമ്മിറ്റി വന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒന്ന് പരിഹരിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. ഇതുവരെയും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്ത പാലത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലമിടിഞ്ഞ ക്രെയിൻ റോഡിലേക്ക് വീണിരുന്നു. വിള്ളൽ രൂപപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് പഠനം നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ചാവക്കാട് ദേശീയപാതയിലെ വിള്ളൽ സംബന്ധിച്ച് കളക്ടർ റിപ്പോർട്ട് തേടി. നാഷണൽ ഹൈവേ അതോറിറ്റിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇതിനു പുറമെ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനും തഹസീൽദാർക്കും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൃദയപൂർവ്വം 6 വർഷം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം പദ്ധതി 6 വർഷം പൂർത്തിയായി. ജില്ലാ ആശുപത്രിയിലെ കിടപ്പു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസവും 100 കണക്കിന് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനമാണ് 6 വർഷം പിന്നിടുന്നത്. വീടുകളിൽ പാകം ചെയ്ത ഭക്ഷണം പൊതിയായി ശേഖരിച്ചാണ് ജില്ലാ ആശുപത്രിയിൽ വിതരണം ചെയ്യുന്നത്. ഓരോ ദിവസവും ജില്ലയിലെ ഓരോ മേഖലാ കമ്മിറ്റികൾക്കാണ് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യേണ്ട ചുമതല. കോവിഡിനും മറ്റ് പ്രതിസന്ധികൾക്കുമിടയിലും ഒരു ദിവസം പോലും മുടക്കം വരാതെ ഹൃദയപൂർവ്വം പദ്ധതി തുടരുകയാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 20 ലക്ഷത്തിലധികം പൊതികളാണ് ജില്ലാ ആശുപത്രിയിൽ വിതരണം ചെയ്തത്. 6ാം വാർഷികം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ട്രഷറർ എം രൺദീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി രതീഷ്, എസ് ഷക്കീർ, പി എം ആർഷോ, ഷിബി കൃഷ്ണ, ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കിഷോർ, വൈസ് പ്രസിഡന്റുമാരായ കെ കൃഷ്ണൻകുട്ടി, ശലീഷ ശങ്കർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം എ ജിതിൻ രാജ്, ഷൈജു, മിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി മണ്ഡലത്തിലെ വായനശാലകളെ പഠന കേന്ദ്രമാക്കുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച പുസ്തക വിതരണവും നടന്നു. പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നേരിടാനാകൂ എന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. വായനശാലകളെ ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായി പഠന കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കലും പട്ടാമ്പി മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ലൈബ്രറികൾക്ക് നിയമസഭാ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചുള്ള പുസ്തകങ്ങളുടെ വിതരണവുമാണ് ബുധനാഴ്ച പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് സെമിനാർ ഹാളിൽ നടന്നത്. പട്ടാമ്പിയെ ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസിയായി മാറ്റുന്നതിനുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുടെ വിശകലനവും ലൈബ്രറികളെ പഠന കേന്ദ്രങ്ങളാക്കുക എന്ന കർമ്മ പദ്ധതിയുടെ ആശയ വിശദീകരണവും ഇതോടനുബന്ധിച്ച് നടന്നു. ചടങ്ങിൻ്റെ ഉദ്ഘാടനവും പുസ്തകങ്ങളുടെ വിതരണവും മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. പുതിയ കാര്യങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. എഡ്യൂക്കേഷൻ എന്ന വാക്ക് തന്നെ ഇന്ന് പോളിസിയിൽ നിന്ന് ലൈഫ് ലോങ് ലേണിംഗ് എന്ന വാക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, പുതിയ കാര്യങ്ങൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് പുതിയ കാലത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നതിന് പ്രായപരിധിയില്ല. ഏത് പ്രായത്തിലും നമ്മൾ നിരന്തരമായി പഠിക്കേണ്ട സാഹചര്യത്തിലാണ് ഉള്ളത്. ഒരാൾ ഒരു സ്കില്ല് മാത്രം അറിഞ്ഞതുകൊണ്ട് ഇന്ന് പഴയതുപോലെ ജീവിക്കാൻ കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പ്രൊഫഷൻ മാറാം, ഏത് രീതിയിലേക്കും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മളെ ജോലി ചെയ്യുന്ന നമ്മുടെ തൊഴിലിനുമായി ബന്ധപ്പെട്ട് പോലും നിരന്തരമായി പുതിയ സ്കില്ലുകൾ ആർജിക്കാനും പുതിയ അറിവുകൾ നേടുകയും അനിവാര്യമായിട്ടുള്ളൊരു കാലമാണ്. മണ്ഡലത്തിലെ വായനശാലകളുടെ പ്രതിനിധികൾ
MLAയിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. കില ചെയർമാൻ ഡോക്ടർ അജിത് കാളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഗിരിജ, രമണി, രതി ഗോപാലകൃഷ്ണൻ, ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം N. നീരജ്, CP ചിത്രഭാനു, MV മോഹനൻ, KP ആഷിഫ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഉദ്ഘാടനത്തിന് സജ്ജമായ വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഭീമമായ വാടക ഈടാക്കാനുള്ള ഭരണപക്ഷ നീക്കം ആരോപിച്ച് BJP മെമ്പർമാർ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. പണി പൂർത്തിയാകാതെയാണ് ഓഡിറ്റോറിയം 23-ന് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് യോഗം ബഹിഷ്കരിച്ച് BJP അംഗങ്ങൾ ആരോപിച്ചു. ബോർഡ് യോഗത്തിൽ കമ്മ്യൂണിറ്റി ഹാളിന് വാടക നിശ്ചയിക്കുന്ന അജണ്ട പരിഗണനയ്ക്ക് വന്നു. പണി പൂർത്തിയാവാത്ത ഓഡിറ്റോറിയത്തിന് 30,000 രൂപ 24 മണിക്കൂർ നേരത്തേക്ക് വാടക ഈടാക്കണമെന്ന് നിർദ്ദേശമുണ്ടാവുകയും ഇത് അംഗീകരിക്കണം എന്ന ആവശ്യവും ഉയർന്നു. വാണിയംകുളത്ത് 10,000 രൂപ നിരക്കിൽ നിരവധി ഓഡിറ്റോറിയങ്ങൾ ലഭ്യമാണെന്നിരിക്കെ സാധാരണക്കാരൻ്റെ സഹായമാകേണ്ട പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കുത്തക മുതലാളിമാർക്ക് വേണ്ടി വലിയ വാടകയ്ക്കാണ് നൽകാൻ CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നതെന്ന് BJP ആരോപിച്ചു. കമ്മ്യൂണിറ്റി ഹാളിന് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറിന് 10,000 രൂപ മാത്രമേ വാടക ഈടാക്കാവൂ എന്ന് BJP മെമ്പർമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഭരണസമിതി ഈ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. പാവപ്പെട്ട ജനങ്ങൾക്ക് ചെറിയ നിരക്കിൽ വിവാഹങ്ങളും മറ്റ് പൊതുചടങ്ങുകളും നടത്താൻ നൽകേണ്ട വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാൾ വലിയ വാടക ഈടാക്കി നൽകുന്നത് ജനദ്രോഹ നടപടിയാണെന്ന് BJP അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഈ വാണിയംകുളം പഞ്ചായത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഗുണഭോക്താക്കളാകേണ്ടത് ഈ വാണിയംകുളം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും. അവർക്ക് കുറഞ്ഞ നിരക്കിൽ കൊടുക്കേണ്ട, പഞ്ചായത്ത് കൊടുക്കേണ്ട ഈ ഓഡിറ്റോറിയം വലിയ കുത്തക മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി ഒരു പൂർത്തിയാകാത്ത ഒരു ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രമുണ്ട്. കല്യാണ ഹാളിലേക്ക്, കല്യാണ മണ്ഡപങ്ങൾക്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാകും. ഭക്ഷണം കഴിക്കുവാനുള്ള മേഖലയിൽ മേശയും കസേരയും അടക്കമുള്ള സംവിധാനങ്ങളുണ്ടാവും. അടുക്കളയിൽ വയ്ക്കുവാനുള്ള പാത്രങ്ങളുണ്ടാവും, വിളമ്പുവാനുള്ള പാത്രങ്ങളുണ്ടാവും. ഓഡിറ്റോറിയത്തിൻ്റെ സമീപത്ത് ശൗചാലയം ഉണ്ടാവും. വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാളിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ശൗചാലയത്തിലേക്ക് ഒരാൾ മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ അദ്ദേഹം ഇനി ഒരിക്കലും മൂത്രമൊഴിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കുന്ന തരത്തിൽ മൂക്കുപൊത്തി അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഉദ്ഘാടനം കഴിയാത്ത ഓഡിറ്റോറിയത്തിൻ്റെ അവസ്ഥയാണ് വാണിയംകുളത്ത്. ഇതേ തുടർന്നാണ് യോഗം ബഹിഷ്കരിച്ചത്. ശക്തമായ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയാണ് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചതെന്ന് BJP പാർലമെൻ്ററി പാർട്ടി നേതാവ് AP പ്രസാദ് അറിയിച്ചു. പ്രതിഷേധത്തിൽ AC സുബ്രഹ്മണ്യൻ, U പ്രസീത, KT ആശാദേവി, TG ശാലിനി, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ജയരാജ്, മണ്ഡലം സെക്രട്ടറി P വിജു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. PMAY ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് കഴിഞ്ഞ മാസങ്ങൾ ആയിട്ടും ആദ്യ ഗഡു അനുവദിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ മണ്ണൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ, ഷെഫീഖ്, സുനിത എന്നിവർ നേതൃത്വം നൽകി. ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ച് 5 മാസം കഴിഞ്ഞിട്ടും ആദ്യ ഗഡു ലഭിച്ചില്ലെന്നാണ് പരാതി. കരാർ ഒപ്പിട്ട 39 പേർ 5 മാസമായി ദുരിതത്തിലാണ്. ഇവരിൽ പലരും വീട് പൊളിച്ച് ഷെഡിൽ കഴിയുന്നവരാണത്രേ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടായതിനാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മനഃപൂർവ്വം വീഴ്ച വരുത്തിയതായും പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു. കേരള സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലെ ഷെയറിൽ പാലക്കാട് ബ്ലോക്കിൽ ഏറ്റവും കുറവ് ലഭിച്ചത് മണ്ണൂർ പഞ്ചായത്തിനാണെന്നും പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖും സുനിതയും കുറ്റപ്പെടുത്തി. മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 15 ലക്ഷത്തോളം ലഭിച്ചപ്പോൾ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന് ആകെ 4 ലക്ഷം രൂപ മാത്രമേ ലഭിച്ചുള്ളൂ എന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനാസ്ഥയാണെന്നും ഇരുവരും കുറ്റപ്പെടുത്തി. പ്രതിഷേധ സമരം പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു. PMAYയിൽ 56 പേർ എഗ്രിമെന്റ് വെച്ചതിൽ 17 പേരുടെ മാത്രമാണ് ഫണ്ട് കയറിയിട്ടുള്ളത്. ഈ PMAYയിലുള്ള ഈ സുമയ്യ, അതുപോലുള്ള സുബൈദ എന്നീ ആളുകളുടെ ഫണ്ടുകൾ ഒന്നും തന്നെ മണ്ണൂർ പഞ്ചായത്തിൽ എഗ്രിമെന്റ് വെച്ചിട്ടും മാസങ്ങളായിട്ടും കയറിയിട്ടില്ല. ഇത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മനഃപൂർവ്വമായി ബ്ലോക്ക് പഞ്ചായത്ത്, കാരണം PMAY സർക്കാർ ഫണ്ടായതുകൊണ്ട് PMAYയിലെ ഫണ്ടുകൾ മനഃപൂർവ്വം അവർ പാസ്സാക്കാതെ അയക്കാതെ ഈ പാവപ്പെട്ട ഗുണഭോക്താക്കളെ ദുരിതത്തിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി ശബ്ദിക്കാതെ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അതിന്
ഒത്താശ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള പഞ്ചായത്തുകളിലും മറ്റുള്ള വാർഡുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ വെക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മനഃപൂർവ്വമായി ഇത് കേന്ദ്ര ഫണ്ടാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ദുരിതമനുഭവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ PMAYയിലും അതുപോലെ തന്നെ ലൈഫ് ഷെയർ മണ്ണൂർ പഞ്ചായത്തിൽ ഏറ്റവും കുറവ് ലൈഫ് ഷെയറാണ് മണ്ണൂർ പഞ്ചായത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സുനിത പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്മർദ്ദം ചെലുത്തി ആദ്യ ഗഡു ലഭിക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും കോൺഗ്രസ് അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം മാന്നന്നൂരിൽ ജൽജീവൻ മിഷൻ വാട്ടർ കണക്ഷൻ എടുത്തവർ കുടുങ്ങി. 10,000 മുതൽ 85,000 രൂപ വരെയുള്ള ദ്വൈമാസ വാട്ടർ ബിൽ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഉപഭോക്താക്കൾ. പ്രശ്നം വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരാതി നൽകാനാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നത്. വാണിയംകുളം പഞ്ചായത്തിലെ മനശ്ശേരിയിലെ വിവിധ ഇടങ്ങളിലാണ് ഭീമമായ കുടിവെള്ള ബില്ല് വന്നതുമൂലം ജനങ്ങൾ വലഞ്ഞത്. മാന്നന്നൂർ, ചെറുകാട്ടുപൂലം ഭാഗങ്ങളിൽ 2025 ജനുവരി മുതലാണ് പുതുതായി എടുത്ത കണക്ഷനിൽ വെള്ളം ലഭിക്കാൻ തുടങ്ങിയത്. 5 മാസങ്ങൾക്കപ്പുറം മെയ് മാസത്തിനിടെ 2 ബില്ലുകളാണ് കണക്ഷൻ എടുത്തവർക്ക് ലഭിച്ചത്. ആദ്യത്തെ ബില്ലിൽ മിനിമം തുകയായ 74 രൂപ അടയ്ക്കണമെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ മാസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ബില്ല് വന്നതിലാകട്ടെ 10,000ങ്ങളുടെ വ്യത്യാസം. 13,000-ഉം 25,000-ഉം 50,000-ഉം 85,000-ഉം തുടങ്ങി ഭീമമായ തുകകളുടെ ബില്ലുകൾ ലഭിച്ചവർ എന്തു ചെയ്യണമെന്നറിയാതെ നടുങ്ങി. ചിലർ പഞ്ചായത്തിനെ സമീപിച്ചു, ചിലർ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചു. ഞങ്ങളൊരു വർഷത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഫസ്റ്റ് ഒരു ബില്ലാണ്. ഒരു ബില്ല് ഞങ്ങൾക്ക് വന്നത് 74 രൂപ എന്തോ ആദ്യത്തെ ബില്ല് വന്നത്. രണ്ടാമത്തെ ബില്ല് വന്നിരിക്കുന്നത് 55,000 പ്ലസ്, എനിക്ക് കൃത്യം ഓർമ്മയില്ല, അത്രയും വന്നിട്ടുണ്ട്. ഞങ്ങൾ കൃത്യം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വെള്ളം, ബോർവെല്ലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഒരു മാസം കൃത്യമായിട്ട് ഈ വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ട് ഇരുന്നിട്ടുള്ളത് കൃത്യം ഒരു മാസമാണ്. അല്ലാത്തപ്പോൾ മുഴുവനും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ലേശമൊക്കെ എടുക്കുന്നല്ലാതെ ബോർവെല്ലിനെയാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കാറ്. ഈ വെള്ളത്തെ അധികം ഉപയോഗിക്കാറില്ല ഈ വെള്ളം ഞങ്ങൾ. പക്ഷേ വന്നിരിക്കുന്ന ബില്ല് ഇതാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ ഈ വാട്ടർ കണക്ഷൻ വന്നത് ഞങ്ങൾക്ക് ഈ മാസം വന്ന ബില്ല് ഒരുപാട് കൂടുതൽ ബില്ലാണ് വന്നിറക്കണത്. ഞങ്ങൾ അത്രയും വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം അടുത്ത നാൾ തൊട്ടിട്ടാണ് വെള്ളം കണക്ഷൻ കിട്ടി വെള്ളം വരാൻ തുടങ്ങിയത്. ഇതൊന്നും ഞങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കില്ല. എത്ര എമൗണ്ട്? ഞങ്ങൾക്കിപ്പോൾ വന്നിറക്കണത് 85,000 രൂപയാണ് ബില്ല് വന്നിറക്കണത്. അതിനുള്ള വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരാളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എപ്പോഴെങ്കിലാണ് കൂടുതൽ ആളുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും കുറച്ച് തരണം എന്ന് പറയുക. തുകയിൽ വ്യത്യാസമുള്ളവരോട് പരാതി നൽകാനാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞത്. ഇതുപ്രകാരം പരാതിയും നൽകി പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ മാസം 74 ഉറുപ്പ്യ അടയ്ക്കണം പറഞ്ഞൊരു ബില്ല് വന്നു. അപ്പോൾ ഈ മാസം നോക്കുമ്പോൾ 33,000 ആണ് ബില്ല് വന്നിരിക്കുന്നത്. അതിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ അത്രയൊന്നും ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് ആദ്യം പഞ്ചായത്തിൻ്റെ വക വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഉപയോഗിച്ചിരുന്നില്ല. ഇത് കണക്ഷൻ കിട്ടിയിട്ട് അവിടെ കിടക്കുമായിരുന്നു. കണക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ടാവുന്ന തോന്നുന്നത്. അത് അത്ര ഓർമ്മയില്ല. പരാതി കൊടുത്തിട്ടുണ്ട്. മറുപടി പറഞ്ഞത് ഞാനല്ല കൊണ്ടുവന്നത്. അവര് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇത്ര വരാൻ വഴിയില്ലല്ലോ, എന്താ അപ്പോൾ അതെന്ന് അറിയുന്നില്ല എന്നാ അപ്പോൾ അവരും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നഗരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പാക്കാൻ ആലോചനാ യോഗത്തിൽ തീരുമാനം. പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി വാർഡുകൾ തോറും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും യോഗത്തിൽ ധാരണയായി. ബുധനാഴ്ച രാവിലെ പട്ടാമ്പി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും പകർച്ചവ്യാധികൾ പടരുന്നതായി യോഗത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു. ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സേനകളെയും നമ്മൾ സജ്ജരാക്കി ഇരുത്തിക്കൊണ്ട് ഈ ഡെങ്കു എന്ന വിപത്ത്, ഡെങ്കു മാത്രമല്ല, ഇപ്പോൾ എലിപ്പനി, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, എല്ലാവിധ പകർച്ചവ്യാധികളും ഇപ്പോൾ എല്ലാ ഭാഗത്തും കണ്ടുവരികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഓമല്ലൂർ പഞ്ചായത്തിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു അവസ്ഥ ഒന്നും മാറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവിടെ ഡെങ്കു കൂടുതൽ പടർന്നു പിടിച്ചു. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ കൂടുതലായി പടർന്നു പിടിക്കാതിരിക്കാൻ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ആലോചനാ യോഗത്തിൽ തീരുമാനമായി.
പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുന്നതിന് മുന്നോടിയായാണ് ഇത്. കൊതുക് നശീകരണം, ക്ലോറിനേഷൻ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. വൈസ് ചെയർമാൻ ടി.പി. ഷാജി, മറ്റ് ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തിയിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ വിജയാഘോഷത്തിന്റെ ഭാഗമായി സ്വാഭിമാന യാത്ര നടത്തി. റിട്ടയേർഡ് സുബൈദാർ MP മാധവൻ ഉദ്ഘാടനം ചെയ്തു. ടി ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വി ശശികുമാർ, പി മാധവൻ എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് ആളുകൾ യാത്രയിൽ പങ്കെടുത്തു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനോട് ഈ സമയത്ത് എല്ലാവരും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്നു എന്നൊരു ചിന്താഗതിയിലാണ് നമ്മുടെ കേരളക്കാർ പ്രത്യേകിച്ച്. കാരണം കേരളക്കാർക്ക് പട്ടാളം എന്തെന്നറിയില്ല. അവർക്ക് ഒരു 60% ആൾക്കും കേരളക്കാർ പട്ടാളം എന്തെന്ന് ചോദിച്ചാൽ വെടിവെക്കുന്ന പാർട്ടിക്കാർ മാത്രമേ അവർക്കറിയൂ. എന്താണ് ഒരു പട്ടാളം? ഒരു പട്ടാളക്കാരൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവന്റെ ജീവിതം എങ്ങനെയാണ്, അവന്റെ നല്ല കാലത്തെ ജീവിതം എങ്ങനെയാണ് അവൻ അവിടെ വിനിയോഗിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ഒരു മാസമെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ പ്രത്യേകിച്ച് വീണ്ടും ഞാൻ പറയുകയാണ്, എടുത്തു പറയുകയാണ്, കേരളത്തിലെ ജനങ്ങൾ ബോർഡറിൽ ഒന്ന് പോയി അവിടെ കുറച്ച് ദിവസം താമസിക്കുക. അത് തണുപ്പ് കാലങ്ങളിൽ പ്രത്യേകിച്ച് ഒന്ന് പോയി അവിടുത്തെ വിവരങ്ങൾ അറിയാം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. പട്ടാമ്പിയിൽ കോൺഗ്രസ് ഭവനിലാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത്. ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. KPCC അംഗം C. സംഗീത ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മൺമറഞ്ഞ അന്തരിച്ച നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ 34ാം ചരമവാർഷിക അല്ലെങ്കിൽ രക്തസാക്ഷി ദിനമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് ഓർമ്മകൾക്ക് മുമ്പിൽ ഇതിനാദ്യമേ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇന്ന് രാജ്യമെമ്പാടും രാജീവ്ജിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുകയാണ്. 91 മെയ്യിൽ അദ്ദേഹം ഇഹലോകവാസം വെടിയുമ്പോൾ, അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി പോലും കാണിക്കാൻ വേണ്ടി ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം കൂടി ഇല്ലാതെ ചിതറിത്തെറിച്ച നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരം നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും വളരെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മയായി നിലനിൽക്കുകയാണ്. വളരെ യാദൃശ്ചികമായിട്ട് രാഷ്ട്രീയത്തിൽ കടന്നു വന്ന ഒരാളെന്ന നിലയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ കിഴായൂർ അധ്യക്ഷത വഹിച്ചു. AK അക്ബർ, ജിതേഷ് മോഴിക്കുന്നം, ഹനീഫ, KB അനിത, അമ്മാളുകുട്ടി, മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ, DCC സെക്രട്ടറി K. കൃഷ്ണകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, OM ഗോപികൃഷ്ണൻ, E. കൃഷ്ണൻകുട്ടി, PM മുരളീധരൻ, T. സീന, രവീന്ദ്രൻ, അബൂബക്കർ അലി, കുട്ടി നാരായണൻ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി വ്യാപാരി ഫൗണ്ടേഷൻ ഹാളിലായിരുന്നു ജനറൽ ബോഡി യോഗം. പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘടന, അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും സാമൂഹ്യ പ്രസ്ഥാനങ്ങളായാലും സജീവമായി നിൽക്കുന്ന സംഘടനകൾ ഏത് എന്ന് ഒരു കൈവിരലിൽ എണ്ണിയാൽ അതിനൊരു സ്ഥാനം ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക്. ആ സംഘടന ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെയാണ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു. ആ പ്രവർത്തനങ്ങൾ ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്ന വ്യാപാരം എന്ന തൊഴിലിനെ ആശ്രയിച്ച് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ആ വ്യാപാരത്തെ സംരക്ഷിക്കുന്ന, അതിന് വ്യാപാരത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ സംഘടന ശബ്ദമുയർത്തി രംഗത്ത് വന്നു. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് PRO K. മുഹമ്മദ് ഹനീഫ അനുശോചന പ്രമേയവും ജനറൽ സെക്രട്ടറി R. സന്തോഷ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ KA. അബുലൈസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് വിശദമായ ചർച്ച നടന്നു.
ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ്, TP ഷക്കീർ, ജില്ലാ സെക്രട്ടറിമാരായ മുസ്തഫ വല്ലപ്പുഴ, V പ്രജിത്ത്, മണ്ഡലം പ്രസിഡന്റ് KPA റസാഖ്, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, മൊയ്തു ഹാജി, കേശവൻ തിരുവേഗപ്പുറ തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടേറിയറ്റ് അംഗം K യൂസഫ് അലി സ്വാഗതവും KP ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സജ്ജീകരിച്ച വിയൂർ ജയിലിന്റെ മാതൃക ശ്രദ്ധേയം. തേക്കിൻകാട് മൈതാനിയിൽ ഒരുക്കിയ വിയൂർ ജയിൽ അഴികൾക്കുള്ളിലെ ജീവിതത്തിന്റെ കാഴ്ചകൾ സന്ദർശകർക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. എൻ്റെ കേരളം പ്രദർശനമേളയിൽ ജയിൽ വകുപ്പ് ഒരുക്കിയിരിക്കുന്ന പവലിയനാണിത്. തടവുകാർ തയ്യാറാക്കിയ കണ്ണൂർ സെൻട്രൽ ജയിലിലെ തൂക്കുമരത്തിൻ്റെ മാതൃകയാണ് പ്രധാന ആകർഷണം. 110 കിലോ വരെ തൂക്കമുള്ള കുറ്റവാളിയെ കൊല്ലാനാവുന്ന തൂക്കുകയറും ഇതിനൊപ്പം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുറ്റവാളികളുടെ ഏകാന്തവും അജ്ഞാതവുമായ ജയിൽ ജീവിതം തുറന്നുകാട്ടുന്നതാണ് ഈ സ്റ്റാൾ. തടവുകാരുടെ വേഷവും പാത്രങ്ങളുമടങ്ങിയ ശുചിമുറിയോടുകൂടിയ ജയിൽമുറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. ജയിൽമുറിയിൽ കയറിയിറങ്ങാം, ഇഷ്ടാനുസരണം സെൽഫിയും ഫോട്ടോയും എടുക്കാം. തൊഴിൽ നൈപുണ്യം, അച്ചടക്കം, സാമ്പത്തിക സുരക്ഷാബോധം, ആത്മവിശ്വാസം, സ്വാശ്രയത്വം, ജോലിയോടുള്ള ശരിയായ സമീപനം, അന്തസ്സ് എന്നിവ അന്തേവാസികളിൽ മെച്ചപ്പെടുത്താനായി വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളും നേരിലറിയാം. അന്തേവാസികൾ നിർമ്മിച്ച കരകൗശല ഉൽപ്പന്നങ്ങൾ കാണുകയും ഇഷ്ടപ്പെട്ടാൽ വാങ്ങുകയും ചെയ്യാം. ജയിൽ വകുപ്പിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങൾ, വിവിധതരം ശിക്ഷാ നടപടികൾ, അന്തേവാസികളുടെ ഭക്ഷണക്രമം, വിവിധ ആയുധങ്ങൾ, തടവുകാരും ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുന്ന ആധുനിക കൂടിക്കാഴ്ച കേന്ദ്രം, ബാരക്കുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വിയൂർ സെൻട്രൽ ജയിലിൻ്റെ മിനിയേച്ചറും സംസ്ഥാനത്തെയും വിയൂർ ജയിലിലെയും അന്തേവാസികളുടെ എണ്ണവും പ്രത്യേക പട്ടികയായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജയിൽ വകുപ്പിൻ്റെ ചരിത്രവും വായിച്ചറിയാം. വിയൂർ സെൻട്രൽ ജയിലിൻ്റെ ഒരു ചെറിയ രൂപമാണ് നമ്മളിവിടെ സന്ദർശകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിലൊരു ജയിലിൻ്റെ മിനിയേച്ചർ ഉണ്ട്. അതായത് പുറമേ നിന്ന് കാണാൻ ആൾക്കാർക്ക് പറ്റാത്തൊരു സ്ട്രക്ചർ നമ്മളിവിടെ പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കാൻ നമ്മൾ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ലോക്കപ്പ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അത് ജയിലിനുള്ളിലല്ലാതെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് ഒരു ഗാലോസ് ആണ്, അതായത് തൂക്കുമരം. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന തൂക്കുമരം ഇവിടെ ഉണ്ട്. നമ്മുടെ വിയൂർ സെൻട്രൽ ജയിലിൽ നിലവിൽ തൂക്കുമരം ഇല്ല, കണ്ണൂരും തിരുവനന്തപുരത്തുമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മിനി രൂപം ഡെമോൺസ്ട്രേഷൻ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കരകൗശല വസ്തുക്കളാണ്. അത് തടവുകാരാൽ നിർമ്മിക്കപ്പെട്ട കരകൗശല വസ്തുക്കൾ നമ്മളിവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ജയിലിനെ കുറിച്ച് പുറമേയുള്ള ആളുകൾക്ക് ഒരു അവലോകനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ജയിൽ എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു നിഗൂഢമായ സ്ഥലമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണ കാര്യങ്ങളും തടവുകാർക്ക് നമ്മൾ നൽകുന്ന സേവനങ്ങളും കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളും കാര്യങ്ങളും ജയിലിൽ നിന്ന് തന്നെ ജയിൽ ചപ്പാത്തി കാര്യങ്ങൾ എല്ലാവർക്കും പരിചിതമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ജയിലിൻ്റെ പെട്രോൾ പമ്പുണ്ട്. ഏകദേശം മാസം 12 ലക്ഷത്തോളം വിറ്റുവരെയുള്ള പമ്പാണത്. അതിൽ തന്നെ മാസമല്ല, ദിവസം 12 ലക്ഷത്തോളം വിറ്റുവരെയുള്ള പമ്പാണ്. അതിൽ 8 ലക്ഷം രൂപ മാസം പമ്പിന് മാത്രം ലാഭമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജയിൽ അത് മാത്രമല്ല, ജയിലിൽ അന്തേവാസികൾക്ക് നമ്മൾ പല സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അവർക്ക് തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ ഒരാൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനം ജയിലിൽ നിന്നും കിട്ടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മോഹൻലാലിന്റെ 65ാം പിറന്നാൾ ആഘോഷിച്ചു. ഷൊർണൂർ നഗരസഭ, MCF ആൻഡ് RRFൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കൊപ്പമായിരുന്നു ആഘോഷ പരിപാടികൾ. പിറന്നാളാഘോഷം നഗരസഭാ സെക്രട്ടറി PS രാജേഷും ക്ലീൻ സിറ്റി മാനേജർ KC അശോകും ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇരുവരും മഹാനടന് ജന്മദിനാശംസകൾ നേർന്നു. ശ്രീ മോഹൻലാലിന്റെ, നമ്മുടെ എല്ലാം കേരളത്തിന്റെ അഭിമാനമായ, ഇന്ത്യയുടെ അഭിമാനമായ, ലോകത്തിന്റെ മഹാനടനായ, 1, 2, 3 തവണ ഭാരത് അവാർഡ് ലഭിച്ച, നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഒരിടമുള്ള ശ്രീ മോഹൻലാലിന്റെ 65ാം പിറന്നാൾ ആഘോഷത്തിന് വരികയും അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് ഒരു പിറന്നാൾ കേക്ക് മുറിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രതിനിധികളോട്
നഗരസഭയുടെ പേരിലുള്ള നന്ദി ഈ ഹരിതകർമ്മസേനയുടെയും നമ്മുടെ ശുചീകരണ തൊഴിലാളികളുടെയും അമൃതമിത്രം തൊഴിലാളികളുടെയും എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. തുടർന്ന് മിഠായി വിതരണമുണ്ടായി. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ ഏരിയ പ്രസിഡന്റ് ബിജു ഷൊർണൂർ, സെക്രട്ടറി ശിവൻ, അനീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ SS മനോജ്, ലിഷ സി ജോർജ്, ഗിരിജ, രോഹിണി, ശ്രീവിലാസ് എന്നിവർ പങ്കെടുത്തു. ഹരിതകർമ്മസേന അംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരും പിറന്നാൾ ആഘോഷത്തിൽ പങ്കാളികളായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ ദേശീയ പണിമുടക്കിന് മുന്നോടിയായി സംയുക്ത ട്രേഡ് യൂണിയൻ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി ചൊവ്വാഴ്ച പ്രതിഷേധ ദിനം ആചരിച്ചു. ടൗണിൽ വൈകുന്നേരം പ്രകടനവും പൊതുയോഗവും നടത്തി. ഷൊർണൂരിൽ CPM LC ഓഫീസിൽ നിന്ന് പ്രകടനമായെത്തി ടൗണിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് V വേണുഗോപാലൻ സ്വാഗതവും ഡിവിഷൻ കമ്മിറ്റി അംഗം KP മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. യുവജനതാദൾ സംസ്ഥാന പ്രതിനിധി സമ്മേളനം മെയ് 22-ന് ഒറ്റപ്പാലത്ത് നടക്കും. സമ്മേളനത്തിൽ 140 പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 140 നിയോജകമണ്ഡലം കൺവെൻഷനുകളും 14 ജില്ലാ കൺവെൻഷനുകളും പൂർത്തീകരിച്ചാണ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഒറ്റപ്പാലത്ത് നടക്കുന്നത്. ഒറ്റപ്പാലം മുകുന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് മെയ് 22-ന് വ്യാഴാഴ്ച ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ് നടക്കുക. ജനതാദള സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. BJP വിരുദ്ധ വർഗീയ വിരുദ്ധ ചേരിക്കൊപ്പമാണ് സംഘടന നിലകൊള്ളുന്നത്. രാജ്യത്തെ തൊഴിലില്ലായ്മയും പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളും സമ്മേളനത്തിൽ ചർച്ചയാകും. കേരളത്തിൽ സോഷ്യലിസ്റ്റ് യുവജനതാ സംഘടനകൾ ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഏതൊരു സർക്കാരും അധികാരത്തിൽ എത്തുന്ന സമയത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്ന് വാഗ്ദാനം പറഞ്ഞ് വോട്ട് ആവശ്യപ്പെട്ട് വോട്ട് നേടി അധികാരത്തിൽ വന്ന ശേഷം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചു വരുമ്പോൾ കേന്ദ്ര സർക്കാർ ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. തൊഴിലില്ലായ്മ മാത്രമല്ല, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി നമ്മൾ കാണുന്നത് ദാരിദ്ര്യം, പട്ടിണി. അങ്ങനെ കർഷകർക്ക് ഓരോ ദിവസവും കർഷകർ ആത്മഹത്യയിലേക്ക് കിടക്കുന്നു. അങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം രാജ്യത്ത് ഉണ്ട്. അതിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ, സർക്കാരിനെതിരെ ശബ്ദിച്ചാൽ അവരെ വർഗീയവാദികളായും രാജ്യദ്രോഹികളാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അത് കേവലം നമ്മൾ അവസാനമായി പാലക്കാട് തന്നെ നമ്മൾ കണ്ടു. ഹെഡ്ഗേവാറിന്റെ നാമത്തിൽ ഒരു സ്വതന്ത്ര സമരത്തിനും പങ്കെടുക്കാത്ത, അല്ലെങ്കിൽ ഈ രാജ്യത്ത് RSSന്റെ മേധാവി എന്നറിയപ്പെട്ടിരുന്ന ഹെഡ്ഗേവാറിന്റെ നാമത്തിൽ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ പേരുകൾ വെച്ച് സർക്കാരിൻ്റെ നാട്ടിലെ സാധാരണക്കാരുടെ പണം ചെലവഴിച്ച് പേരിടുമ്പോൾ എല്ലാത്തിലും കൃത്യമായി തന്നെ ഒരു വർഗീയ അജണ്ട BJPയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും അതിൽ നോക്കിക്കാണുന്നുണ്ട്. യുവജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഷാനവാസ്, വിപിൻ ചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് K വിജീഷ്, സംസ്ഥാന ട്രഷറർ രതീഷ് G പാപ്പനങ്ങോട്, ജനതാദൾ നിയോജകമണ്ഡലം പ്രസിഡന്റ് CV രമേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജൂബിലി ആഘോഷം പാലക്കാട് ജില്ലയിൽ ഗ്രാമോത്സവമായി സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വ്യത്യസ്ത രീതിയിലാണ് തപസ്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്നതെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് തപസ്യ വിഭാവനം ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ മെയ് 24-ന് സംഘടിപ്പിക്കുന്ന ഗസൽ സന്ധ്യയോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമാവും. നാട്ടുകലാകാരന്മാരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കൺവീനർ വിപിൻ രാജ് അറിയിച്ചു. ഈ BC കോളേജിൽ ഏതാണ്ട് 1994 30 വർഷം മുമ്പ് ഇവിടെ ഗാനഭൂഷൺ പാസ്സായ ആളാണ്. പിന്നെ അതിനുശേഷം അദ്ദേഹം ബോംബെയിലും അതേപോലെ തന്നെ ഈ ബാംഗ്ലൂരൊക്കെ ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ സംഗീതം അഭ്യസിച്ചിട്ടുള്ള ആളാണ്. വളരെ ജനറൽ സെക്രട്ടറി KT രാമചന്ദ്രൻ, സെക്രട്ടറി VS മുരളീധരൻ, K ശിവദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ സപ്താഹം തുടരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. കോഴിക്കോട് കല്ലംവള്ളി ജയൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഒരു പുതുക്കൂല, കാരണം എന്താ വെച്ചാൽ ഒരുപാട് പണമൊക്കെ ചിലവഴിച്ചിട്ട് അല്ല, ഇന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർ എത്രയാ പണം ചിലവഴിക്കുന്നത്. ശരിക്കൊരു ദൂർത്ത് തന്നെയാണത്. ഈ ദൂർത്ത് എന്തെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രത്തോട് ചെയ്യുന്ന ദ്രോഹമാണത്. അനാവശ്യമായിട്ട് ഒരുപാട് പണം ഇങ്ങനെ ഒഴുക്കി കളയാം. ഒരുപാട് ചിത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കാറുണ്ട് അല്ലേ, ആൽബംസ്, വീഡിയോ ഫയൽസ്, ഇതൊക്കെ എടുത്തു വയ്ക്കാറുണ്ട്. കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര തവണയാണത് കണ്ടിട്ടുണ്ടാവുക? എത്ര തവണ കണ്ടിട്ടുണ്ടാവും? ഇന്നത്തെ കാലത്ത് ഒട്ടുമുക്കാൽ വീടുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഇങ്ങനെ അട്ടിക്ക് ഈ ആധാരക്കെട്ട് വെച്ചിട്ടുണ്ടാവും. ഒരു തവണ കാണും, 2 തവണ കാണും, പരമാവധി 3 തവണ കാണും. ഇത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഇത് പുറത്തേക്ക് എടുക്കുകയെന്ന് ചോദിച്ചാൽ വീട്ടിൽ വല്ല വിരുന്നുകാർ വന്ന. മെയ് 23 വരെയാണ് സപ്താഹം നടക്കുക. വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സപ്താഹത്തോടനുബന്ധിച്ച് ഭക്തഗാനസുധയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് പ്രതിഷ്ഠാദിനം. അന്ന് അന്നദാനവും വൈകിട്ട് ദീപാരാധനയും ഉണ്ടാകും. മാറ്റലി ജയിച്ചാൽ മുംബൈ കയറും. തോറ്റാൽ പ്ലേ ഓഫിലെ 4ാം സ്ഥാനക്കാരെ അറിയാനുള്ള കാത്തിരിപ്പ് വീണ്ടും നീളും. മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും ഇന്ന് IPL മത്സരത്തിൽ ഏറ്റുമുട്ടുമ്പോൾ സാധ്യതകൾ എങ്ങനെ? ഗുജറാത്ത്, ബംഗളൂരു, പഞ്ചാബ് ടീമുകൾ പ്ലേ ഓഫ് കടമ്പ കടന്നു കഴിഞ്ഞു. മുംബൈയോ ഡൽഹിയോ ആരായിരിക്കും ഇവർക്കൊപ്പം പ്ലേ ഓഫിലെത്തുക? മാറ്റിൽ പ്രതികരണങ്ങൾ കാണാം. ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ മുംബൈ കടക്കാനാണ് സാധ്യത. അതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. IPL കളികൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു മത്സരത്തിൽ മുംബൈയും ഡൽഹിയും കൂടി ഉള്ളതല്ലേ, എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഡൽഹി കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹിന്ദു ഉണർന്നു സംഘടിച്ചാൽ കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ടാകില്ലെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല. പട്ടികജാതി പട്ടികവർഗ നീതി നിഷേധത്തിനെതിരെ സാമൂഹ്യനീതി കർമ്മസമിതിയുടെ പാലക്കാട് കളക്ട്രേറ്റ് ധർണ. വേടനെ അധിക്ഷേപിച്ച് KP ശശികല. വേടൻ കഞ്ചാവോളിയെന്ന് അധിക്ഷേപം. റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധമില്ലെന്നും KP ശശികല. തൃശൂർ കുരിയച്ചിറയിൽ എക്സൈസ് ഇന്റലിജൻസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 2000 ലിറ്റർ സ്പിരിറ്റ് പിന്തുടർന്ന് പിടികൂടി. വാൻ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഒറ്റപ്പാലത്ത് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലെ 2ാം പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കോതകുറിശി സ്വദേശി മുഹമ്മദ് അലി. കേസിലെ മുഖ്യപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതം. മലബാർ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് കളക്ട്രേറ്റിലേക്ക് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ വ്യാപക അറസ്റ്റ്. ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റ് വരിച്ചു. മാർച്ച് നടത്തിയത് പാലക്കാട് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്. വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഭീമമായ വാടക ഈടാക്കാൻ ഭരണപക്ഷ നീക്കമെന്ന് BJP. 24 മണിക്കൂർ നേരത്തേക്ക് 30,000 രൂപ വാടക ഈടാക്കാനുള്ള അജണ്ടയ്ക്കെതിരെ വിയോജനക്കുറിപ്പെഴുതി BJP മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം ബഹിഷ്കരിച്ചു. പണി പൂർത്തീകരിക്കാതെയാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടത്തുന്നതെന്നും 10,000 രൂപ ദിവസ വാടകയ്ക്ക് പ്രദേശത്തെ ഓഡിറ്റോറിയങ്ങൾ ലഭ്യമാണെന്നും BJP മെമ്പർമാർ. വൻ വാടക നിശ്ചയിക്കുന്നത് സ്വകാര്യ ഓഡിറ്റോറിയം ഉടമകളുടെ താൽപര്യം സംരക്ഷിക്കാനെന്നും ആരോപണം. മണ്ണൂരിൽ ലൈഫ് പദ്ധതി എഗ്രിമെന്റ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ആദ്യ ഗഡു അനുവദിക്കാത്തതിനെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 ചാവക്കാട് മണത്തല മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയോട്. വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനും തഹസീൽദാർക്കും നിർദ്ദേശം. വാണിയംകുളം മാന്നന്നൂരിൽ ജൽജീവൻ പദ്ധതി ഗുണഭോക്താക്കൾക്ക് നേരെ വാട്ടർ അതോറിറ്റിയുടെ ജലപീരങ്കി. ജനുവരിയിൽ വാട്ടർ കണക്ഷൻ എടുത്തവർക്ക് 2ാം തവണ ലഭിച്ച ബിൽ തുക 10,000 മുതൽ 85,000 വരെ. പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരാതി നൽകാൻ ഉദ്യോഗസ്ഥരുടെ ഉത്തരവ്. ഹൃദയപൂർവ്വം 6 വർഷം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം പദ്ധതി 6 വർഷം പൂർത്തിയായി. ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നിത്യേന ഭക്ഷണം എത്തിക്കുന്ന പദ്ധതി മാതൃകാപരം.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.